നമസ്കാരം. കഴക്കൂട്ടത്തെ ഒരു ദൃശ്യം കാട്ടിത്തരാം. കോർപ്പറേഷന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതികൾ മുഴുവൻ താളം തെറ്റിയെന്നും അത് വേണ്ട വിധേന നടത്തിയിട്ടില്ല എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ്. ഇന്നിപ്പോൾ നിർത്താതെ ഒരു മഴ പെയ്ത സന്ദർഭത്തിൽ തലസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവുകയും ഓടകൾ നിറഞ്ഞു അതിനുള്ളിൽ നിന്ന് മലിനജലം റോഡിലേക്ക് ഒഴുകി റോഡുകൾ മാലിന്യ കൂമ്പാരമായി മാറുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ആ സന്ദർഭത്തിൽ മേയർ പറഞ്ഞൊരു വാചകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരം നഗരത്തിന്റെ സാഹചര്യം താങ്കൾക്ക് നന്നായി അറിയുന്നതാണ്. താങ്കളുടേതൊരു പുതിയ ഭരണസമിതിയാണ്. എന്ത് ഇടപെടൽ നടത്താൻ കഴിയും? പ്രത്യേകിച്ച് ഈ തമ്പാനൂർ ഭാഗത്തും കിഴക്കേക്കോട്ട ഭാഗത്തും ഇപ്പോൾ പഴവങ്ങാടി ക്ഷേത്രവും പരിസരത്തെയും ദൃശ്യങ്ങളാണ് ആളുകൾ പ്രേക്ഷകർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. കൈയിട്ടൊക്കെ വാരിയെടുക്കുകയാണ് മാലിന്യം അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ. ഇതിനൊക്കെ ഒരു വലിയ മാറ്റം വേണ്ടേ? മാത്രമല്ല എലിപ്പനി ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള വലിയ ഗൗരവതരമായ ആരോഗ്യ സാഹചര്യം കൂടി നിൽക്കുന്ന സമയമാണ്. എന്ത് ചെയ്യാൻ, എന്ത് ഇടപെടൽ നടത്താൻ കഴിയും? ആരാണ് ഇടപെടേണ്ടത്? ശ്രീ വി രാജേഷ്. ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ മാത്രമേ പ്രശ്നം വരികയുള്ളൂ. ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ മാത്രമേ പ്രശ്നം കാത്തില്ല പരിഹരിച്ചിട്ട് കോർപ്പറേഷനെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ 1.5 മാസം മുതൽ ഞങ്ങൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോഡുകളും ഈ പ്രാഥമിക പാർലമെന്റ് ആറുകളും ഒക്കെ തന്നെ ആത്യന്തമായിട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സഹായത്തോടു കൂടി മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ ചർച്ചകൾ നടക്കുകയാണ്. അതിന് മുൻപ് ചെയ്യേണ്ട മഴക്കാലത്ത് ശുചീകരണവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് മേയർ പറയുന്നത്. അതെങ്ങനെയാണ് മേയർ ശരിയാകുന്നത്? കഴക്കൂട്ടത്ത് തന്നെ തെച്ചിയാർ തോടാണ്. അതും ടെക്നോ പാർക്കിനകത്തുകൂടി ഒഴുകി വരുന്ന തോടാണ്. ആ തോട് മുൻപ് മഴക്കാലത്ത് ഒഴുക്ക് കൃത്യമാക്കാത്തതിൻ്റെ സാഹചര്യത്തിൽ ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ വെള്ളം കയറിയ സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യം ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷം തെച്ചിയാർ തോടൊക്കെ കൃത്യമായിട്ട് മഴക്കാലത്തിന് മുന്നേ വൃത്തിയാക്കുന്ന പതിവുണ്ടായിരുന്നു. നിരവധി പേർ ആ തോടിൻ്റെ കരകളിൽ താമസിക്കുന്നുണ്ട്. ഒരു പക്ഷേ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു സൂചന വെച്ചിട്ട് ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് തന്നെ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകിയാൽ എന്ത് സംഭവിക്കുമെന്ന് നാട്ടുകാർ തന്നെ പറയുന്നത് ഒന്ന് കേട്ടെ. ചേട്ടാ, മഴയെത്തി ഇതുവരെ ഈ തെച്ചിയാർ തോട് വൃത്തിയാക്കിയിട്ടില്ല. എന്താണ് അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത്? ആയിരമൊക്കെ വീടുകളും മതിലുകളും എല്ലാം കുടിലുകളിൽ പോകും. ആർക്ക് സമയമില്ലല്ലോ. ഇവിടെ ജൗന്യനൊക്കെ മോട്ടിക്കാനല്ലേ കണ്ടില്ലേ? കാണുന്നത് മഞ്ഞാന്ന് ടി വി കണ്ടിയായി. ഇതിപ്പോ ഈ തെച്ചിയാറിൽ വെള്ളം കയറുമ്പോൾ പൊതുവെ എന്താണ് ഈ പ്രദേശമൊക്കെ ഉണ്ടാവാറുള്ളത്? തെച്ചിയാറിൽ വെള്ളം കയറുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് കുടിലുകൾ വീടുകളാണ്. എല്ലാം കയറി എടുത്തുകൊണ്ടങ്ങ് പോകും. ഇവിടെ ഇത് വയലായിരുന്നു. അത് ഈ ഇലക്ട്രിസിറ്റി ഓഫീസ് വയലായിരുന്നു. ഇത് വയലായിരുന്നു. ഇത് ഞാൻ കൂട്ടി ഞാറ് കെട്ടിട്ടുണ്ട് ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൽ. അതുപോലെ ഇവിടെ പൂട്ടി ഈ വയലിൽ ഞാൻ പൂട്ടി കെട്ടിട്ടുണ്ട്. പൂട്ടി ഇവിടെ വൈകൊക്കെ വയലിലായിരുന്നു. ഇപ്പൊ ഇത് ഇടയ്ക്ക് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുന്നുണ്ടോ? വെള്ളം ഇവിടെ പോകുന്നു. ഇവിടെ കയറുന്നില്ല. ഇപ്പൊ വന്നിട്ട് ഇത് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല? ഇതുവരെ നോക്കിയിട്ടില്ല. നഗറിന്റെ എല്ലാ പിന്തുണയും തരാൻ ഞാൻ തയ്യാറാണ്. എല്ലാ പിന്തുണയും തരാം. ഇന്ന് രാവിലെ ഈ തെച്ചിയാർ തോടിന്റെ കരയിൽ പോയി നിന്നിട്ട് ആ തോടിന്റെ ദയനീയാവസ്ഥയുടെ ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു. ഇത് ചെയ്യാത്തതിന്റെ പരിണിത ഫലം എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് പോയി ചെയ്ത വീഡിയോ കൂടി നിങ്ങൾ കാണണം. കാര്യം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മഴകൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. മഴ ചില സന്ദർഭങ്ങളിൽ ചിലയിടങ്ങളിൽ മാത്രമായിട്ട് അതിതീവ്രമായി പെയ്തൊഴിയുന്നുണ്ട്. അതാണ് വയനാട് ദുരന്തമുണ്ടായതിന് കാരണം. അത് എവിടെ വേണമോ സംഭവിക്കാം. അങ്ങനെ ഒരുപക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ തോടൊക്കെ കൃത്യമായിട്ട് ഒഴുക്കുകൾ ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവം? ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ പോലും ബാധിക്കും. ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പോലും വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീടുകളിലേക്ക് വെള്ളം കയറുമ്പോൾ അല്ല ഉണരേണ്ടത്, അതിന് മുന്നോടിയായിട്ട് ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളിൽ പലതും ചെയ്തു തീർത്തിട്ടില്ല. കഴക്കൂട്ടത്തെ ചില ഓടകൾ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട പല പ്രവർത്തനങ്ങളും ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഇന്നിപ്പോ എന്താണ് ചാലയ്ക്കകത്തും കിഴക്കേക്കോട്ടയിലും സംഭവിച്ചത്? അത് കഴക്കൂട്ടത്തും തെച്ചിയാർ തോട് വൃത്തിയാക്കാത്തതിന്റെ ഭാഗമായി സംഭവിച്ചേക്കാം എന്നുള്ളത് കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ്. അതിൽ ഇടപെടണമെന്നാണ് കോർപ്പറേഷൻ അധികൃതരോടും ഒപ്പം തന്നെ സ്ഥലം MLA-യോടും ആവശ്യപ്പെടാനുള്ളത്. ഒരു കാഴ്ച കാട്ടിത്തരാൻ പോകണം. കഴക്കൂട്ടം നഗര ഹൃദയത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കാഴ്ച. അതായത് നമ്മുടെ നാട്ടിൽ കാലവർഷം ഇനിയിപ്പോൾ 2 ദിവസത്തിനകത്ത്, അതായത് ഏകദേശം എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴ തുടരുന്നുണ്ട്. വേനൽ അവസാനിക്കാൻ ഇനിയിപ്പോൾ 2 ദിവസം. ജൂൺ 1-ാം തീയതി മുതൽ സ്കൂളുകൾ തുറക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കാലവർഷമാണ്, മൺസൂൺ എത്തിക്കഴിഞ്ഞു എന്ന് ഔദ്യോഗികമായിട്ട് ഇതൊരു സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും
മൺസൂൺ ആയി കഴിഞ്ഞു. ആ മൺസൂണിന് മുന്നോടിയായിട്ട് കോർപ്പറേഷൻ തലത്തിലൊക്കെ വലിയ ഇടപെടൽ നടത്തേണ്ട സമയമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റി, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ തെളിവാണ് ഈ തെച്ചിയാർ തോടുണ്ട് കഴക്കൂട്ടത്തു കൂടി ഒഴുകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്കിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളം കയറിയ സന്ദർഭം നിങ്ങൾക്കറിയാലോ. ഈ വെള്ളം കയറാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ തെച്ചിയാർ തോടിലെ ഒഴുക്ക് പ്രോപ്പർ ആകാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഇക്കുറി കാലവർഷം എത്തുന്നതിന് മുന്നോടിയായിട്ട് പുതിയ വാഗ്ദാനങ്ങൾ, പുതിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി വന്നു, കഴക്കൂട്ടത്ത് പുതിയ MLA വന്നു. ഇവർ ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടാണോ അതോ ഇതുവരെ ഇതിന് ഒരു നീക്കുപോക്കുണ്ടായോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഒരു ദൃശ്യം, ഇത് തെച്ചിയാർ തോടാണ്. ടെക്നോ പാർക്കിനകത്തൂടെയൊക്കെ ഒഴുകിപ്പോകുന്ന ഇതിന്റെ ദൃശ്യം നിങ്ങൾ നോക്കി കണ്ടോ. മരമൊക്കെ വീണ് ഒഴുക്ക് ഏകദേശം നോക്കുക, ആരോ മരമൊക്കെ മുറിച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ ഒഴുക്ക് സ്വാഭാവികമായിട്ടും ശക്തമായ മഴ വരികയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ ഒഴുക്ക് തടസ്സപ്പെടും. ഇപ്പം നിലവിൽ ചെറിയ മഴയത്ത് ഇതിന്റെ നീരൊഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. അതെ, കാട് പിടിച്ച അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ചിലരൊക്കെ ചോദിക്കാൻ പോകുന്നു, ഇന്നലകളിൽ നീ ഇതൊന്നും കണ്ടില്ലടാ എന്നുള്ള ചോദ്യമായിരിക്കും. ഞാൻ ചോദിക്കുന്ന ഇന്നലകളിൽ കണ്ടോ ഇന്ന് കണ്ടോ എന്നല്ല. ഇതിൽ സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഈ ടെക്നോ പാർക്കിന് കയറിയ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ സംഭവം ഉണ്ടായി. ഒരു IT പാർക്കിനകത്തൊക്കെ മുഴുവൻ വെള്ളം കയറി അവിടുത്തെ പ്രവർത്തനം പോലും താളം തെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ട്. കാര്യം കേരളത്തിലെ തന്നെ അഭിമാനമായിട്ടുള്ള ടെക്നോ പാർക്കിനകത്ത് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു നാടിനെ സംബന്ധിക്കുന്നിടത്തോളം അന്നത്തെ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യമാണ്. പക്ഷേ ഒരനുഭവം ഉണ്ടായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തിരുത്തണ്ടേ? അത് തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നോക്കിയേ, ഇത് ഞാനിപ്പോൾ ഈ നോക്ക് ദേശീയപാതയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ദൃശ്യം കാണാം. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഒരു ഏതോ വനത്തിൽ നിൽക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് വനമല്ല, കഴക്കൂട്ടം ജംഗ്ഷനാണ്. കഴക്കൂട്ടം ജംഗ്ഷന് തൊട്ടിപ്പുറത്തായിട്ട് കാര്യവട്ടത്തേക്ക് പോകുന്ന ദേശീയപാതയുടെ സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് ഈ തോടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇനി എപ്പോഴത്തേക്കായിരിക്കും ഇതിനി ഇവർക്ക് വൃത്തിയാക്കാൻ കഴിയുക? ഞാൻ അതിൽ കുറ്റപ്പെടുത്തുന്ന സമയം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ പോലും ഇനി എപ്പോഴത്തേക്ക് നിങ്ങൾക്കിത് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടും? ഒരു പക്ഷേ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇരു കരകളിൽ താമസിക്കുന്ന എത്രയോളം മനുഷ്യരുണ്ട്. നേരത്തെ വെള്ളക്കെട്ട് ഉണ്ടായി അല്ലെങ്കിൽ വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മഴക്കാലപൂർവ്വമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഇതിൻ്റെയൊക്കെ നീരൊഴുക്ക് കൃത്യമാക്കണമായിരുന്നു, തോട് ക്ലീൻ ചെയ്യണമായിരുന്നു. ആമയിഴഞ്ചാൻ തോട് മുതൽ നഗരസഭയ്ക്കകത്തുള്ള മുഴുവൻ തോടുകളും ക്ലീൻ ചെയ്യുമെന്നായിരുന്നു മേയർ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അതൊന്നും ഒരിടത്തും എത്തിയില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ കാണുന്നത്. ഈ ഒരു തോടിൽ ഒരു പക്ഷേ വെള്ളം കയറി കഴിഞ്ഞാൽ, കാര്യം നമ്മൾ വെള്ളം കയറുമ്പോൾ ഒന്ന് വെള്ളം കയറി എന്നല്ലല്ലോ പറയാൻ, വെള്ളം കയറാൻ സാധ്യതയുണ്ട്. കാര്യം അതിശക്തമായിട്ട് അതായുള്ള മഴയ്ക്കാണ് ഒരു സ്കോപ്പുള്ള കാര്യം. അത്രമാത്രം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ സമ്മർ സീസൺ അഥവാ വേനൽക്കാലത്ത് അത്യുഷ്ണം നേരിട്ടൊരു സമയമാണ്. ആ അത്യുഷ്ണം നേരിട്ടത് കൊണ്ട് തന്നെ അതുപോലെ ചിലപ്പോൾ മഴയ്ക്ക് സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ, വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് മറ്റ് ന്യായീകരണങ്ങൾ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ തെറി പറയാവുന്നവർക്ക് തെറി പറയാം. പക്ഷേ ജെനുവിൻ വിഷയമാണ്, ഇടപെടേണ്ടതാണ്. ഇടപെട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.